നല്ല കാര്യം. റെഡി. അപ്പൊ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നൃപൻ, അർച്ചന, നന്ദന, അഞ്ജന എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. വെരി ഗുഡ്. അപ്പം എങ്ങനെയുണ്ട്? ഓൾ സെറ്റ്? എല്ലാവരും സെറ്റ് അല്ലേ? പരീക്ഷ എഴുതാൻ റെഡി അല്ലേ? കൃഷ്ണന്റെ എക്സാമിന് മുമ്പ് കാണാൻ പറ്റിയ സന്തോഷം. വളരെ സന്തോഷം ഇരിക്കും. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നും എല്ലാവരും അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഒരു അൺമ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൈവ് സെഷനിൽ ഇരിക്കുന്നത്. അപ്പം ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നിലവിൽ എനിക്ക് ഈ വ്യൂ നോക്കട്ടെ. ഞാൻ ഗാലറി വ്യൂ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റും. ഒരു മിനിറ്റ്. പക്ഷേ ഗാലറി വ്യൂ ഇതിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. വ്യൂ ഇവിടെ കിടന്നുണ്ട്. ഗാലറി വ്യൂ. ഓക്കെ. അപ്പം റുമൈസ, ജോഷ്ന, അൻവീർ, സൂം യൂസർ, വിനീത, ആൻസി, നൃപൻ, രാംജിത്ത്, അഞ്ജിത, പ്രവീണ, അലക്സ്, നിവിത, അഖില്, അതുപോലെ ബീന, അനു, അഖി, മുബീന, റിസ്വാന, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും എല്ലാവരും ഒന്ന് വിളിച്ച് ഓൾ ദി ബെസ്റ്റ് പറയാൻ വേണ്ടി കേട്ടോ. രോഹിത്, അമ്പിളി, ശാലിമ, കൃഷ്ണേന്ദു, കാർത്തിക, ആനന്ദ്, അഞ്ജലി, ജാഫർ, അനഘ, ഹിഷാം, അഖില, ഹെലൻ. ഓക്കെ, പെട്ടെന്ന് കാണാൻ പറ്റുന്ന എല്ലാവരും ഞാൻ വിളിച്ചെന്ന് തോന്നുന്നു. സുജ പ്രകാശ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഭംഗിയായിട്ട് ഇനി പരീക്ഷ എഴുതാൻ വേണ്ടി റെഡിയാകും. ഓക്കെ, അപ്പോ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെ, നമ്മുടെ KS എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ടപ്പേന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ പോകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം ഈ പരീക്ഷ 2 ഘട്ടമായിട്ടാണ് അല്ലെ, 2 പേപ്പറുകളായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. ശരിയല്ലേ? പേപ്പർ 1ഉം പേപ്പർ 2 അല്ലെ. ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് 2 പേപ്പറുകളാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. ആ രാവിലത്തെ സെഷൻ പേപ്പർ 1, ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2. 2 പേപ്പറുകളും നമ്മൾ ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ശരിയല്ലേ? അങ്ങനെയാണല്ലോ. ഒരു UPSC മോഡലിലാണ് എക്സാം നടക്കുന്നത്. UPSC മോഡലിൽ തന്നെയാണ് എക്സാം നടക്കുന്നത്. സോ രാവിലത്തെ ഒരു സെഷൻ 1.5 മണിക്കൂർ പേപ്പർ 1ഉം, ഉച്ചയ്ക്ക് ശേഷം ഒരു 1.5 മണിക്കൂർ പേപ്പർ 2വിന് വേണ്ടി നമ്മുടെ എനർജി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ദിവസം ഫുൾ ഓൺ അല്ലെ, ആ ഒരു ദിവസം ഫുൾ ഓൺ ആയിരിക്കണം. നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒരുപാട് വലിയ യാത്രയൊന്നും ആയിരുന്നില്ല. ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത നമ്മുടെ നോളജ് ഏറ്റവും മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ എനർജി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ ഇനി കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കാൻ പാടില്ല. പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എല്ലാം പഠിച്ചോ, എല്ലാം പഠിച്ച് തീർത്തിട്ടുണ്ടോ, ഞാൻ പഠിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ പരീക്ഷ പാടായിട്ട് മാറുമോ എന്നുള്ള രീതിയിൽ അനാവശ്യമായ ചിന്തകളിലൂടെ ടെൻഷൻ അടിക്കുക എന്നുള്ളത് ഒരു പരീക്ഷയ്ക്ക് മുമ്പുള്ള എല്ലാ സാധാരണക്കാരന്റെയും സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി മാത്രമാണ്. സാരമില്ല, പോട്ടെ, അതൊക്കെ സംഭവിക്കും. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു കാരണവശാലും നിങ്ങളുടെ ആ ഒരു ദിവസത്തെ പെർഫോമൻസിനെ ബാധിക്കാൻ പാടില്ല. നിങ്ങൾ ആവശ്യത്തിന് ടെൻഷൻ അടിച്ചു, പക്ഷെ ആവശ്യത്തിൽ അധികം ടെൻഷൻ അടിക്കരുത്. മനുഷ്യനാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, നോ ഇഷ്യൂസ്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസിനെ നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാവുള്ളൂ? ഓക്കെ. അഞ്ജിത, ഹാൾ ടിക്കറ്റിൽ 10 to 12 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. അപ്പം 10 മണിക്ക് കയറി കഴിഞ്ഞാൽ 10:30 വരെ എന്താണ് ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതിനുശേഷം 11:30, 12, 1.5 മണിക്കൂർ പരീക്ഷ. അതാണല്ലോ ഇതിന്റെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു രീതി. അപ്പം 10 മണി എന്ന് പറഞ്ഞു എന്ന് കരുതി കറക്റ്റ് 10 മണിയാകുമ്പം ഈ സ്ഥലത്ത് എത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കരുത്. കുറച്ചൊരു അരമണിക്കൂർ മുമ്പെങ്കിലും, ഒരു 9:30 മണിക്കെങ്കിലും അല്ലെ, നിങ്ങളുടെ സമയം ഹോൾ ടിക്കറ്റിൽ ആദ്യത്തെ രാവിലത്തെ സെഷന്റെ സമയം എപ്പോഴാണോ പറഞ്ഞിരിക്കുന്നത്, 10 എങ്കിൽ 10, 11 എങ്കിൽ 11, പക്ഷെ 10 മണിയാണെന്നാണ് അഞ്ജിത പറയുന്നത്. അപ്പം അതിന് അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തിയിരിക്കണം. ഓക്കെ, അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയിരിക്കണം. അർച്ചന, ഞാൻ പറയാം കേട്ടോ. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഏതാണോ ആദ്യത്തെ സമയം, അല്ലെങ്കിൽ ഏത് ഫസ്റ്റ് സെഷന്റെ രാവിലത്തെ പേപ്പർ 1ന്റെ സമയം ഹോൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 10 മണി എന്നാണെങ്കിൽ 9:30 മുമ്പ് എന്താണേലും മാക്സിമം നിങ്ങൾ ആ സ്ഥലത്ത് എത്താനായിട്ട് ഉള്ള രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക. കാരണം മഴക്കാലമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ 5 മിനിറ്റ് താമസിച്ചാൽ പോലും ടെൻഷൻ അടിക്കാതെ കൃത്യമായി എക്സാം സെന്ററിൽ എത്താൻ വേണ്ടിയാണ്. ഓക്കെ. അഞ്ജിത, പാർട്ട് 2 സെക്ഷൻ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുമല്ലോ, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ഉണ്ടാവും അല്ലേ?
ശരിയല്ലേ? ഒരു മണി മുതൽ 3 മണി വരെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷം. അർച്ചന പറയുന്നു 1 മണി മുതൽ 3 മണി വരെയാണെന്ന്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ 1 മണി മുതൽ 3 മണി വരെ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നു 1 മണിക്ക് കയറി കഴിഞ്ഞാൽ 1:30 വരെ ഒരു വെരിഫിക്കേഷൻ, പിന്നെ 1:30 to 2:30, 2:30 to 3, 1.5 മണിക്കൂർ കറക്റ്റ് പരീക്ഷ. ഓക്കെ, ഡൗൺലോഡ് ചെയ്താലേ ഹോൾ ടിക്കറ്റ് എല്ലാവരും ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. നാളെ തന്നെ എല്ലാവരും അത്യാവശ്യം ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചോണം. ഓക്കെ, അതുകൊണ്ട് ആ സമയത്ത് അന്ന് രാവിലെ പോയി ഹോൾ ടിക്കറ്റ് പ്രിന്റ് എടുക്കുക അതൊന്നും വിചാരിക്കരുത്. നാളെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് ഒക്കെ കൃത്യമായി പ്രിന്റ് എടുത്ത് വെച്ചോണം. എന്നിട്ട് നിങ്ങളുടെ സമയമൊക്കെ നോക്കണം, ഹോൾ ടിക്കറ്റിൽ എത്രയാണ് സമയം തന്നിരിക്കുന്നത്. കാരണം എനിക്ക് ഹോൾ ടിക്കറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹോൾ ടിക്കറ്റ് പരിശോധിക്കാൻ എനിക്ക് നിലവിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കൃത്യമായ സമയം വെരിഫൈ ചെയ്യണം. രാവിലത്തെ എക്സാം എത്ര മണി മുതൽ എത്ര മണി വരെ, ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാം എത്ര മണി വരെ. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ 2 സെക്ഷൻ കാണിക്കും. അതെ, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ കൃത്യമായി പേസിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, സമയം കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് അത് നാളെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം, എത്രയാണോ സ്റ്റാർട്ടിംഗ് ടൈം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിന് 1/2 മണിക്കൂർ മുമ്പേ എക്സാം സെന്ററിൽ എത്താൻ പരമാവധി ശ്രമിക്കാം, എല്ലാ പരീക്ഷയുടെയും കേട്ടോ. അർച്ചന 1:30 to 3:30 എങ്കിൽ കറക്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് 1 മണിക്കുള്ളിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ എക്സാം സെന്ററിൽ എത്തുന്ന രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ പലപ്പോഴും ഈ PSC പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി സ്ഥിരം കുറെ ആൾക്കാരുണ്ട് കറക്റ്റ് സമയത്ത് വരുന്നത്. 1:30 പരീക്ഷ തുടങ്ങുമെങ്കിൽ 1:29 എക്സാം സെന്ററിൽ എത്തുന്നവരുണ്ട്. പിന്നെ ഒരു ഓട്ടപ്രദക്ഷിണമാണ്, എന്താണ് നമ്പർ തേടി നടക്കുന്നു, റൂം തേടി നടക്കുന്നു, അതിനുശേഷം റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഡെസ്ക് അന്വേഷിച്ച് നടക്കുന്നു, അങ്ങനെ. അപ്പൊ അത്തരം രീതികളൊക്കെ നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ നെഗറ്റീവായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യരുത്. എപ്പോഴും ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ സ്ഥലത്ത് എത്തുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പൊ നേരത്തെ എത്തുന്നവരെ ചില ആൾക്കാർ തമാശയോടെയൊക്കെ കാണും, നേരത്തെ എക്സാം സെന്ററിൽ എത്തുന്നവരെ വളരെ തമാശയായിട്ടും പുച്ഛത്തോടെയൊക്കെ കാണുന്നവരുണ്ട്. എന്തിനാ ഇവർ ഇത്ര നേരത്തെ എത്തിയെന്നൊക്കെ ഓർത്ത്. വേണ്ട, നമ്മൾ ഈ എക്സാമിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റൊരാളുടെയും മുഖം നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൃത്യം 1/2 മണിക്കൂർ മുമ്പ് ആ സ്ഥലത്ത് എത്താനായുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. ശരിയാ, കൃഷ്ണേന്ദു പറയും ശരിയാ, കളിയാക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നേരത്തെ എക്സാം ഹാളിൽ എത്തുന്നവരെയൊക്കെ ചില വെറ്ററൻസ് ഉണ്ട്, അതായത് പരീക്ഷകൾ സ്ഥിരമായി എഴുതി ശീലമായിട്ടുള്ള ചില വെറ്ററൻസ് ഉണ്ട്. അവർ കൃത്യം 5 മിനിറ്റ് മുമ്പൊക്കെ എക്സാം ഹാളിൽ എത്തുള്ളായിരിക്കും, അവർ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട്. അവരെന്ത് ചെയ്യും, ഈ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ ഇരുന്ന് കളിയാക്കും. നേരത്തെ തന്നെ വന്നിരിക്കുന്നു, 1/2 മണിക്കൂർ മുമ്പ് എത്തി, എന്തിനാ വരുന്നത്, ഇതൊക്കെ നിസ്സാരല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ മുഖം കൊടുക്കണ്ട. നമ്മൾ എഴുതാൻ പോകുന്ന KS എക്സാം ആണ്, അതിൻ്റെതായ സീരിയസ്നെസ് നമുക്ക് ഉണ്ടാവണം. സോ 1/2 മണിക്കൂർ മുമ്പ് എക്സാം സെന്ററിൽ എത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഇതാണ് പ്രാഥമികമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഈ 2 ദിവസങ്ങൾ അല്ലെ, ഇനി വരാൻ പോകുന്ന 2 ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ചിന്ത, ഇനി എന്തെങ്കിലും പഠിക്കണോ എന്നുള്ളതാണ്. ആ ചിന്ത ഇനി വേണ്ട. കാരണം ഇനി ഒന്നും പഠിക്കണ്ട, ഇനി നിങ്ങൾ ഒന്നും പുതിയതായി പഠിക്കാൻ പോകണ്ട. ഓക്കെ, നിങ്ങൾ ഇനി പുതിയതായി ഒരു കാര്യം പോലും ഇനി നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. നമുക്ക് അത്യാവശ്യം ഓൾമോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞു. ഇനി പുതിയൊരു കണ്ടന്റ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും അതായത് കോൺഫിഡൻസിനെ വളരെ സാരമായി ബാധിക്കും. സോ ഇപ്പൊ നിലവിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് അത് മാത്രം മനസ്സിലിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വെച്ച് ഇത്തവണ ഒരു പക്ഷേ ഒരല്പം കൂടുതലായിരിക്കും എങ്കിൽ പോലും ഒരു 80-നും 90-നും അല്ലെ, 80 to 90 അല്ലെ 80-നും 90-നും ഒക്കെ ഇടയ്ക്ക് നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 90 മാർക്ക് അല്ലെ, ടോട്ടൽ ഔട്ട് ഓഫ് 200 200-ൽ ഒരു 90 മാർക്ക് സ്കോർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു 100-നടുത്തെങ്കിലും അല്ലെ, ഏറ്റവും എക്സ്റ്റെൻഡ് ആയിട്ട് ഏറ്റവും മാക്സിമത്തിൽ പറഞ്ഞാൽ അറൌണ്ട് 100 നമുക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിലബസിന്റെ 100% പഠിച്ചിട്ട് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 200 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു അപ് ടു 100 to 120 100 മുതൽ 120 ചോദ്യങ്ങൾക്ക് വരെ ആൻസർ എഴുതിയാൽ പോലും നമുക്ക് ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാം. പക്ഷെ അത് കൃത്യമായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, അത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഈ നിലവിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം ഇനി വീണ്ടും എടുത്ത് നോക്കുക എന്നുള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും നോക്കാൻ പോകണ്ട. അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള മേഖല ഏതാണോ അത് റിവൈസ് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള മേഖല ഏതാണോ അത് മാത്രം റിവൈസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പേപ്പറിനകത്ത് അല്ലെ, നമ്മുടെ സിലബസിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏകദേശം നമ്മൾ നന്നായി കവർ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഏത് പ്രയോറിറ്റിയിലായിരിക്കണം നമ്മൾ ഇനി റിവൈസ് ചെയ്യേണ്ടത്? റിവൈസ് ചെയ്യാൻ ഏതൊക്കെ സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണം? പേപ്പർ 1-നകത്ത് പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ മെന്റൽ എബിലിറ്റി അല്ലെ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മേഖലകളാണ് കോൺസ്റ്റിറ്റ്യൂഷനും മെന്റൽ എബിലിറ്റി. മാക്സിമമായിട്ട് ബന്ധപ്പെട്ട് പ്രഡിക്റ്റബിൾ ആയ ചോദ്യങ്ങൾ വരുന്ന, കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് മേഖലകളാണ് കോൺസ്റ്റിറ്റ്യൂഷനും മെന്റൽ എബിലിറ്റി. അതിന്റെ കൂടെ കുറച്ച് ചരിത്രവും കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ പേപ്പറിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കോർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അല്ലെ. ചരിത്രവും കോൺസ്റ്റിറ്റ്യൂഷനും മെന്റൽ എബിലിറ്റിയും. പക്ഷെ അതല്ലാതെ കുറെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ സബ്ജക്റ്റുകളായിട്ട് പറയുന്നുണ്ട്, ജോഗ്രഫി പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും മെന്റൽ എബിലിറ്റിയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കുറച്ച് ജോഗ്രഫിയുടെ ഒരു മോഡറേറ്റ് ലെവൽ ആൻസേഴ്സ് ചെയ്താൽ പോലും അല്ലെ, ഒരു മോഡറേറ്റ് കുറച്ച് ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റും. ഇതാണ് പേപ്പർ 1-ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അനാവശ്യമായി സിലബസ് മുഴുവൻ റിവൈസ് ചെയ്യാൻ സമയം കൊടുത്ത് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഏറ്റവും ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള പൊളിറ്റി പോലുള്ള, മെന്റൽ എബിലിറ്റി പോലുള്ള ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ഇനി റിവൈസ് ചെയ്യാനായിട്ട് നിൽക്കുക. ജോഗ്രഫി ഒരു SCERT NCERT ലെവലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ഓൾറെഡി നിങ്ങൾ ആ NCERT-കളൊക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് +1-ലെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന NCERT ഒക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. സോ ജോഗ്രഫി അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഒരുപാട് ഇറങ്ങി സമയം കളയണ്ട. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ മെന്റൽ എബിലിറ്റി, അതുപോലെ ഹിസ്റ്ററി പാർട്ടൊക്കെ ഒന്നുകൂടി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നുകൂടി എടുത്ത് നോക്കിയാൽ അത് മതിയാവും. അല്ലാതെ അനാവശ്യമായി ഇനി നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും സമയം കളയരുത്. ഇനി പേപ്പർ 2-ലേക്ക് വരുമ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസുകൾ അടുക്കി ശരി ഏത് തെറ്റേത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരും ഇക്കണോമിക്സിന്. അപ്പൊ ഇക്കണോമിക്സ് അത്ര കംഫർട്ടബിൾ അല്ലാത്തവർ എന്ത് ചെയ്യുക? ഇംഗ്ലീഷും മലയാളവും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇംഗ്ലീഷും മലയാളവും കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ തന്നെ ഇംഗ്ലീഷും മലയാളവും ചേർത്ത് തന്നെ നല്ലൊരു ശതമാനം ചോദ്യങ്ങൾ ചോദിക്കും അല്ലെ. ഇംഗ്ലീഷും മലയാളത്തിലും തന്നെ നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു 2 ദിവസം കൊണ്ട് ഇംഗ്ലീഷിനെ മലയാളത്തിനെ ഒന്നുകൂടി അടുപ്പിച്ച് നിർത്താൻ ശ്രമിക്കാം. അതേസമയം ആ സമയം നമ്മൾ ഇക്കണോമിക്സിന് കൊടുത്താൽ നമ്മൾ വിചാരിക്കുന്ന അത്ര ബെനിഫിറ്റ് അവിടെ ഉണ്ടാവണമെന്നില്ല. സോ ഇംഗ്ലീഷും മലയാളവും പോലുള്ള ടോപ്പിക്കുകൾ വീണ്ടും ഒന്നുകൂടി എടുക്കുന്നത് സ്ട്രോങ് ആക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പം റിവിഷൻ അല്ലെങ്കിൽ ഇനി ഈ വരുന്ന 2 ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ടോട്ടൽ കംപ്ലീറ്റ് റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഇതാണ് അക്കാദമിക്സുമായിട്ട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ എക്സാം നടക്കുന്ന ദിവസത്തെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. പരീക്ഷ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ് നമ്മൾ ജയിക്കണോ തോൽക്കണോ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ 3 തരത്തിൽ ചിന്തിക്കാം. 1, പരീക്ഷ വളരെ സിമ്പിൾ ആയിരിക്കും എന്ന് ചിന്തിക്കാം. 2, പരീക്ഷ ഭയങ്കര പാടായിരിക്കും എന്ന് ചിന്തിക്കാം. 3, എന്ത് തന്നെ വന്നാലും ഞാൻ ഈ പരീക്ഷ ക്ലിയർ ചെയ്യും എന്ന് ചിന്തിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ലോജിക്കാണ്. ചില ആൾക്കാർ ഒക്കെ പരീക്ഷ സിമ്പിൾ ആയിരിക്കും എന്ന് ചിന്തിക്കും. ചില ആൾക്കാർ ഭയങ്കര ടഫ് ആയിരിക്കും എന്ന് ചിന്തിക്കും. കുറച്ച് പേര് ഒന്നും കൂടെ പോസിറ്റീവായിട്ട് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഏതെങ്കിലും രീതിയിൽ ഞാൻ ഇത് ക്ലിയർ ചെയ്ത് പോകും എന്ന് ചിന്തിക്കും. അതൊക്കെ ആ ചിന്തയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് അത് ചിന്തിച്ചോളുക. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേറൊരു ചിന്തകളും പാടില്ല. ചോദ്യങ്ങൾക്ക് എങ്ങനെ കൃത്യമായി ആൻസർ ചെയ്യാം എന്ന് മാത്രമേ ചിന്തിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഞാൻ പ്രതീക്ഷിച്ച് എളുപ്പമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഇത് പാടായി പോയല്ലോ, അല്ലെങ്കിൽ പാടാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ഭയങ്കര എളുപ്പമായി പോയല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ കയ്യിലുള്ള നോളജും നമ്മുടെ ലോജിക്കും നമ്മുടെ സ്ട്രാറ്റജിയും ഉപയോഗിച്ച് ശരി ഉത്തരങ്ങളിലേക്ക് വരാം എന്ന് മാത്രം ചിന്തിക്കാം. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ ശരി ഉത്തരങ്ങൾ എപ്പോഴും ആ ക്വസ്റ്റ്യനകത്ത് ഉണ്ടല്ലേ, എല്ലാ ചോദ്യത്തിനകത്തും ഉത്തരം കിടപ്പുണ്ട്. ആ ഉത്തരത്തിലേക്ക് എങ്ങനെ വന്നാൽ മതി, ഏതെങ്കിലും രീതി നോളജ് തന്നെ ഉപയോഗിച്ച് വരണമെന്നില്ല, ലോജിക്ക് ഉപയോഗിച്ച് വരാം, എലിമിനേഷൻ ഉപയോഗിച്ച് വരാം, അല്ലെങ്കിൽ വൈൽഡ് ഗസ്സുകൾ ഉപയോഗിച്ച് വരാം. ഏതെങ്കിലും രീതിയിൽ ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കൂടാതെ അനാവശ്യമായി അറിയാത്ത ചോദ്യങ്ങൾ ചെയ്ത് തെറ്റുണ്ടാക്കി വെച്ചിട്ട് നെഗറ്റീവ്സിലേക്ക് പോകരുത്. ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സാധാരണ ഒരു LDC ലെവൽ +2 ലെവൽ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഒരു 90-95 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു UPSC ലെവലിൽ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ 100 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. മറിച്ച് എന്താണ്, പരമാവധി ആക്യുറസിയിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, 100 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതി അതിൽ 50 എണ്ണം ശരിയായി 50 എണ്ണം തെറ്റിപ്പോയി എന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു 60 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട്, അല്ലെ, 60 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് അതിലൊരു 45 എണ്ണം ശരിയാവുകയും 15 എണ്ണം തെറ്റിപ്പോവുകയും ചെയ്താൽ പോലും അവിടെ നമുക്ക് ഗുണമാണ്. കാരണം നെഗറ്റീവ് അത്ര കുറയ്ക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നെഗറ്റീവ്സ് എത്രത്തോളം കുറയ്ക്കാം എന്ന് ചിന്തിക്കുക.
അനാവശ്യമായി ആൻസർ ചെയ്ത് എനിക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയാൽ എനിക്ക് എന്താണ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും എന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടയറായിട്ട്, അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും, 3 ലെവലായിട്ട് നമുക്ക് ഈ പരീക്ഷ എഴുതാം. അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ആൻസറുകൾ കിട്ടാൻ ഗുണം ചെയ്യും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ക്ലാസ്സുകൾ എടുത്തപ്പോൾ നിങ്ങളോട് അത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഒരു 3 ടയർ സ്ട്രാറ്റജി. അതായത് ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 100 ചോദ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. രണ്ടാമത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് 100% ശരിയെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. 100% ഉറപ്പുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻസ്, 100% ശരിയാണെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. ഇതാണ് ടയർ 1 ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അത് ചിലപ്പോൾ ഒരു 10, 20, 25 ഒക്കെ കാണുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 60 to 70, ഒരു 60% മുതൽ 70% വരെ സാധ്യത ഉറപ്പുണ്ട് എന്നുള്ള ചോദ്യങ്ങളിലേക്ക് വരിക. അവിടെയാണ് നമ്മൾ ലോജിക്കും എലിമിനേഷനും ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 60 to 70% നിൽക്കുന്ന ചോദ്യങ്ങളിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരിക. അവിടെ കുറച്ച് എന്താണ് ടഫാണ്, കുറച്ച് സമയം അവിടെ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഈ 1.5 മണിക്കൂറിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, 100% നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യും. പിന്നെയുള്ള ഒരു 1/4 മണിക്കൂർ എടുത്തായിരിക്കും നമ്മൾ രണ്ടാമത്തെ ഘട്ടം പൂർത്തിയാക്കുക. ഓക്കെ. അതായത് എന്താണ് ഒരു 45 മിനിറ്റ്. അപ്പൊ തന്നെ ഏകദേശം ഒരു 1 മണിക്കൂറായി നമുക്ക്. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂറായി. പിന്നെ സ്റ്റെപ്പ് 3 ലാസ്റ്റ് സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്, ഒട്ടും സാധ്യതയില്ല അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചോദ്യങ്ങളിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഞാൻ പേപ്പർ 1ലും പേപ്പർ 2ലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ പേപ്പർ 1ൽ കുറച്ച് മാത്സ് കയറി വരുന്നത് കൊണ്ട് അവിടെ കുറച്ച് സമയം നിങ്ങൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും തെറ്റില്ല. പക്ഷെ എങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫോർമുല നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം ആദ്യം ഏറ്റവും കൂടുതൽ 100% ഉറപ്പുള്ളത് ആദ്യം തന്നെ ആദ്യം മാർക്ക് ചെയ്ത് പോവുക. അതിനുശേഷം ഒരു 60 to 70 വരെ ഉറപ്പാണെന്നുള്ളത് ആൻസർ ചെയ്ത് പോവുക. അവിടെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സാധ്യതയും ഇല്ലാത്ത ക്വസ്റ്റ്യൻസും പിന്നെ മാത്സിന്റെ ചോദ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡീൽ ചെയ്തിട്ട് കറക്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ UPSC പരീക്ഷയൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നുള്ള രീതിയിലാണ് UPSC നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ആക്യുറസി കിട്ടാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്ലാതെ ആദ്യം തന്നെ 1 മുതൽ 100 വരെ ഒന്നിച്ചിരുന്നങ്ങ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആദ്യം മാത്സ് മൊത്തം ചെയ്തിട്ട് പിന്നെ ബാക്കി ചെയ്തേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും വായിച്ചെടുക്കാനും വായിച്ചു തീർക്കാനും ഒക്കെ ബുദ്ധിമുട്ട് പലർക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്താൽ നന്നായിരിക്കും. 10 മണിക്കെന്നല്ലേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 മണിക്ക് എത്തിയാൽ മതിയല്ലോ അല്ലേ? 10 മണിക്ക് എത്തിയാൽ പോരാ ജാഫറെ. 10 മണി എന്ന് പറയുന്ന ഹോൾ ടിക്കറ്റ് 10 മണി എന്നല്ലേ കിടക്കുന്നത്, 10 to 12 എന്നല്ലേ കിടക്കുന്നത്. അതെ അതെ. അപ്പോൾ ഒരു 9:30-ക്ക് ശേഷമെങ്കിലും അവിടെ എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം 10 മണിക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ 10 മണി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻട്രി ഉണ്ടാവില്ല, ശരിയല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 9:30-ക്ക് ശേഷം എന്താണെങ്കിലും കേട്ടോ, 9:30-ക്കുള്ളിൽ നമ്മുടെ പരീക്ഷാ ഹാളിന്റെ അടുത്ത് എവിടെയെങ്കിലും എത്തുക, ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് എത്തുക. 9:30-ക്ക് ശേഷം എന്താണെങ്കിലും എൻട്രി ചെയ്യുക കേട്ടോ. കറക്റ്റ് 10 മണിക്ക് അവിടെ എത്താൻ നിൽക്കണ്ട. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബ്ലോക്കോ അല്ലെങ്കിൽ ചെറിയൊരു മഴ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മൾ 5 മിനിറ്റ് താമസിച്ചാൽ പോലും നമ്മുടെ ഒരു അവസരം പോവാണ്. സോ 1/2 മണിക്കൂർ മുമ്പേ എത്താന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യണേ. ഓ ശരി. അപ്പം ഇതാണ് പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ട കാര്യം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് വാച്ചൊന്നുമില്ല, പരീക്ഷാ ഹാളിനകത്ത് വാച്ചൊന്നുമില്ല. ക്ലോക്ക് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ ബെല്ലുണ്ടാവും. കൃത്യമായിട്ട് ബെല്ലനുസരിച്ച് നിങ്ങൾ ടൈം ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കണം കേട്ടോ. പരീക്ഷാ ഹാളിൽ വാച്ച് കയറ്റാനുള്ള നിവൃത്തി ഇല്ല എന്നുള്ളതാണ്. PC-യിൽ വാച്ച് കയറ്റാൻ പറ്റില്ല. അപ്പൊ സമയം നമുക്ക് ബെല്ല് കൃത്യമായിട്ട് അരമണിക്കൂർ ഇടവേളയിൽ ബെല്ലുണ്ടാവും. പക്ഷെ ആ ബെല്ല് വെച്ചിട്ട് നിങ്ങൾ ആ സമയത്തെ ഒന്ന് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണം. സമയം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമന്റ് മൊത്തം എഴുതാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള, നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ഉറപ്പുള്ള എല്ലാ ചോദ്യങ്ങളും, എന്ന് പറഞ്ഞാൽ 100 ചോദ്യങ്ങൾ നല്ല ഉദ്ദേശിച്ചത്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു സ്കോർ കിട്ടുമെന്ന് ഉറപ്പുള്ള എല്ലാ ചോദ്യങ്ങളും ആ നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി തീർത്തോണം. ഓക്കെ. 100 ചോദ്യം എഴുതി തീർക്കാനല്ല അവർ നമുക്ക് 1.5 മണിക്കൂർ സമയം തരുന്നത്. കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൻസേഴ്സ് എഴുതുക എന്നുള്ളൂ. ഓക്കെ. 100 ചോദ്യവും എഴുതി തീർക്കാൻ വേണ്ടി അല്ല അവർ നമുക്ക് ആ സമയം തന്നിരിക്കുന്നത് 1.5 മണിക്കൂർ. നമുക്ക് ഈ പരീക്ഷ ക്ലിയർ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു പേപ്പർ 1-നകത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 50 അറൗണ്ട് അല്ലെ, ഒരു 50 മാർക്കിനടുത്ത് സ്കോർ ചെയ്യണം. പേപ്പർ 2-ൽ നമുക്ക് ഒരു 50 മാർക്കിനടുത്ത് സ്കോർ ചെയ്യണം. 50+, 50-നും 55-നും ഇടയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണോ അതിനുവേണ്ടി അവർ ആ സമയം തന്നിരിക്കുന്നു. അല്ല 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് ഇറങ്ങി പോരാനല്ല
അവർ ആ സമയം തന്നിരിക്കുന്നത്. സോ സമയം കിട്ടിയില്ല എന്നുള്ള പരാതി നമുക്ക് ആർക്കും ഉണ്ടാവരുത്. കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പരീക്ഷയിൽ വെള്ളമൊക്കെ കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കുപ്പിക്കകത്ത് വെള്ളം കുടിക്കണമെന്നുള്ളവരാണെങ്കിൽ അതൊക്കെ കൊണ്ടുപോവുക, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളവര് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. പരീക്ഷ 1.5 മണിക്കൂറല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് വേണമെങ്കിൽ വെള്ളം കുടിക്കാം. അതുകൊണ്ട് അത് നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കൃത്യമായി രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ, വയറ് നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ വന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡൊന്നും കഴിക്കരുത്. അത്യാവശ്യം വിശക്കാത്ത രീതിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുക. ആ ഒരു എനർജി നമുക്കൊരു ഉച്ച വരെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുശേഷം ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഉച്ചയ്ക്ക് ശേഷത്തെ പരീക്ഷ എഴുതാനായിട്ട് ഫുഡ് കഴിക്കാതെ പഠിക്കും. ആ ഒരു ഗ്യാപ്പിൽ ഫുഡ് പോലും കഴിക്കാതിരുന്ന് പഠിക്കും. നിങ്ങൾ ആ ഒരു ഗ്യാപ്പ്, ഇത്രയും കാലത്തെ എഫേർട്ടിന്റെ ഒരു ബെനിഫിറ്റും ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് കറക്റ്റ് 1 മണിക്ക് മുമ്പ് ആ പരീക്ഷാ ഹാളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ രാവിലെ എങ്ങനെയാണോ ഇരുന്നത് അതേ എനർജിയിൽ പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്യുക. മനോഹരമായ പരീക്ഷ അവസാനിപ്പിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു തെറ്റുണ്ട്, രാവിലത്തെ പരീക്ഷ കുറച്ച് പാടാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷത്തെ പരീക്ഷ നമ്മൾ പൂർണ്ണമായിട്ടും കുഴപ്പം. രാവിലത്തെ പരീക്ഷ നമുക്ക് ഇച്ചിരി പാടായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രതീക്ഷയുമില്ലാതെ വെറുതെ പോയി ഉച്ചയ്ക്ക് ശേഷത്തെ പരീക്ഷ എഴുതും. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. രാവിലത്തെ പരീക്ഷ നമുക്ക് പാടാണെങ്കിൽ അത് എല്ലാവർക്കും പാടായിരിക്കും. ഓക്കെ, രാവിലത്തെ പരീക്ഷ നമുക്ക് പാടായി തോന്നിയാൽ മിക്കവാറും അത് നമ്മുടെ കൂടെ എഴുതുന്ന എല്ലാവർക്കും അത് പാടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവർക്കും പാടാവുന്നതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷ സെക്കൻഡ് പേപ്പറിൽ എങ്ങനെയെങ്കിലും മാക്സിമം സ്കോർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും. അപ്പൊ അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആദ്യത്തെ പേപ്പർ പാടായതുകൊണ്ട് രണ്ടാമത്തെ പേപ്പർ എഴുതിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് പേപ്പർ 2 നഷ്ടപ്പെടുത്തിയാൽ അവിടെയും നമ്മുടെ അവസരമാണ് പോകുന്നത്. സോ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് ഡിസ്കഷൻ ഒന്നും നിങ്ങൾ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പേപ്പർ 1 എഴുതി കഴിഞ്ഞിട്ട് ചുറ്റുപാട് ഒരുപാട് ആൾക്കാരെ ഡിസ്കസ് ചെയ്യാൻ കാണും. അതെന്താണ്, ഇതെന്താടാ, അല്ലെങ്കിൽ ഇതെന്താടി, അത് ശരിയാണോ, ഇത് ശരിയാണോ, അതല്ലേ ശരി, ഓപ്ഷൻ എ അല്ലല്ലോ, ബി അല്ലേ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ചുറ്റുപാടുകളിൽ ഉണ്ടാവും. അത്തരം ചർച്ചകളിലേക്ക് പേപ്പർ 1 എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. 2 പേപ്പറും എഴുതി കഴിഞ്ഞിട്ട് ചർച്ചകൾക്ക് പോകുന്നതായിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി. അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ 2 കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് അത് കൂടാതെ തന്നെ ഇന്നും നാളെയും കൃത്യമായ ഒരു ഉറക്കം നിങ്ങൾക്ക് ഉണ്ടാവണം. പരീക്ഷ എന്താവും, എന്തൊക്കെ ചെയ്യും, ഞാൻ ഉഴപ്പോ അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നെല്ലാം തകർക്കോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരിക്കരുത്. ഇന്നും നാളെയൊക്കെ നന്നായിട്ട് എന്നും പറഞ്ഞാൽ ത്രൂ ഔട്ട് ഉറങ്ങരുത്, ഒരു 7 hours എങ്കിലും 7 മണിക്കൂറെങ്കിലും ഉള്ള ഒരു ശാന്തമായ ഉറക്കം ഈ വരുന്ന 2 ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ നമ്മുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് ഒരു കട്ട് ഓഫ് അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു 100-ൽ താഴെയൊക്കെ തന്നെ കട്ട് ഓഫ് വരുവുള്ളൂ. 90-90 അറൗണ്ട് ഒക്കെ തന്നെ കട്ട് ഓഫ് വരാനാണ് സാധ്യത. കാരണം പരമാവധി ആൾക്കാർ അവരെന്താണെന്ന് പ്രിലിംസ് ക്ലിയർ ചെയ്യിപ്പിക്കും. കാരണം മെയിൻസ് അത്രയും വലിയൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട്. സോ ധൈര്യമായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നിങ്ങളെ കൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആ സമയത്ത് പെർഫോമൻസ് ആണ് ഇതിനെല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുന്ന. സോ വിട്ട് കളയരുത്, സ്ട്രോങ് ആയിട്ട് പിടിക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ അടിപൊളിയായിട്ട് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയാണ് എനിക്ക് ലാസ്റ്റ് നിങ്ങളോട് ഒന്ന് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും എനിക്കൊന്നും ആദ്യമായിട്ടാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. സോ എനിക്ക് ഒരു കേൾക്കണം തോന്നുന്നുണ്ട്. കുറച്ച് പറ്റുന്നവര് 1-2 സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഉണ്ടെങ്കിൽ കേട്ടോ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടോ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ ഇന്നും നാളെയും ഉള്ള നമ്മുടെ അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിർബൻ ചോദിക്കുന്നു സാർ. നിർബൻ, ഇതിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും കേട്ടോ. പക്ഷെ എത്ര ആയിരിക്കും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. റിസർവേഷൻ കാറ്റഗറികൾക്ക് അതിനനുസരിച്ച് കട്ട് ഓഫ് വ്യത്യാസമുണ്ട്, താഴേക്ക് വരും കേട്ടോ. ഞാൻ 90 എന്ന് പറഞ്ഞ ചിലപ്പം ഒരു 85-ലേക്കും 82-ലേക്കും 80-ലേക്കും ഒക്കെ താഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ച് അത് ആ പരീക്ഷ എത്രത്തോളം പാടാണ് എന്നനുസരിച്ചിരിക്കും കട്ട് ഓഫിന്റെ വ്യത്യാസങ്ങൾ കേട്ടോ. എന്താണെങ്കിലും അതിൽ താഴെയായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിലൊക്കെ നല്ല നല്ല താഴെയായിരിക്കും. മുബീന് ചോദിക്കുന്നു, ഞാൻ എക്സാം എഴുതുന്നുണ്ടോന്ന്. നിർഭാഗ്യവശാൽ ഞാൻ എക്സാം എഴുതുന്നില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? വേറെ എനി ഡൗട്ട്? എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം.
കാരണം നമ്മൾ ഇനിയിപ്പം ഏത് ബാച്ചിൽ കാണാനാ അല്ലേ? പരീക്ഷ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എപ്പോ കാണാനാ? എവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പം? ശരി, നല്ല ചോദ്യം. ഞാൻ ഇവിടെ തന്നെ PC Talks കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇനി ഏതെങ്കിലും കോഴ്സിൽ PC Talks വരുവാണെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ നൃപൻ ചോദിച്ച ചോദ്യത്തിന് നമ്മളെ എന്താ പറയുക, ഈ കേരള PSCയുടെ റിസർവേഷൻ പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ ഓൾറെഡി നമ്മളത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എപ്പോ നമ്മൾ ഏത് എക്സാമിനും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് കാറ്റഗറിയാണ്, നമ്മൾ ഏത് വിഭാഗമാണ്, അതിൽ തന്നെ ഏത് സബ് കാറ്റഗറി ആണെന്നൊക്കെ ഉള്ളത് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം. എന്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ്. അതിനുശേഷം അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് ശേഷമാണ് നമ്മളത് പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നെങ്കിൽ അത് പരിഗണിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇനിയാണെങ്കിലും ശ്രദ്ധിച്ചോളുക, നമ്മളൊരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിസർവേഷൻ കിട്ടേണ്ടവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. സ്ട്രീം 2, 3 എന്ന ആളുകൾക്ക് ഏതായാലും ID പ്രൂഫ് വേണ്ടി വരില്ല? ഗവൺമെന്റ് ID പ്രൂഫ് വരും. അതുണ്ടോ? ഉണ്ടല്ലോ, ID കാർഡ് ഉണ്ടല്ലോ. അത് മതി. ഗവൺമെന്റ് ID നോ ഇഷ്യൂസ്, അത് മതി. അതെന്തായാലും എടുക്കുകയും വേണം. സ്ട്രീം 1ന് ID പ്രൂഫ് എന്താണ്? സ്ട്രീം 1കാര് ഒരു ഒറിജിനൽ ID പ്രൂഫ് കേട്ടോ. ഒറിജിനൽ ID പ്രൂഫ്. സ്ട്രീം 1കാര് നിങ്ങളുടെ കയ്യിൽ ഒരു ഒറിജിനൽ ID പ്രൂഫ്, കോപ്പി ഒന്നും ആയിട്ട് പോകരുത്. ഒറിജിനൽ ID പ്രൂഫ് വേണം. കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്തതും കൊണ്ടുപോകരുത്. ഒരു ഒറിജിനൽ ID കാർഡ് തന്നെ കൊണ്ടുപോകണം കേട്ടോ. വോട്ടർ IDയോ എന്തോ. ഞാൻ രണ്ടും അപേക്ഷിച്ചിട്ടുണ്ട്. സ്ട്രീം 1 ഉണ്ട്, സ്ട്രീം 2 ഉണ്ട്. ഇതും വേണം, ഗവൺമെന്റ് ഐഡിയും ഒരു ഒറിജിനൽ ID കേട്ടോ. ഒരു ഒറിജിനൽ ID, നമ്മുടെ കയ്യില് ഗവൺമെന്റ് ID എന്താണെന്ന് വേണം, പിന്നെ ഒറിജിനൽ ഒരു ID കാർഡ്, വോട്ടർ IDയോ ആധാർ കാർഡോ എന്തെങ്കിലും കൊണ്ടുപോയാൽ മതി. സെയിം തന്നെ. സ്ട്രീം 3 അല്ലേ? സെയിം തന്നെ. ഗവൺമെന്റ് ID അതുപോലെ നമ്മുടെ ഒരു ഒറിജിനൽ ID കാർഡും എടുക്കേണ്ടി വരും കേട്ടോ. വേറെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും വേണ്ടല്ലോ? ഫോട്ടോ ഒന്നും വേണം. ഫോട്ടോ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ എല്ലാം ക്ലിയർ ആണെങ്കിൽ പിന്നെ ഫോട്ടോ ഒന്നും അവർ ചോദിക്കത്തില്ല. നോ ഇഷ്യൂസ്. ഓക്കെ സർ, താങ്ക് യു. നമുക്ക് പാൻ കാർഡ് കൊണ്ടുപോകാൻ പറ്റുമോ സർ? എന്തായിരുന്നു? പാൻ കാർഡ് ID ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ സർ? പാൻ കാർഡ്, ആധാർ കാർഡ്, ID കാർഡ് ആധാർ കാർഡ്. സർ, എന്റെ ആധാർ മിസ്സായി പോയി. എന്റെ ഈ മെയിലിൽ മാത്രമേ ഉള്ളൂ. വോട്ടർ ID ഉണ്ടോ? വോട്ടർ ID ഇല്ല. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒറിജിനൽ ഉണ്ടോ? എടുത്തിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അപ്പൊ നിലവിലെ ഒറിജിനൽ ആയിട്ട് എന്താ ഉള്ള കയ്യില്? പാൻ കാർഡ് മാത്രം. വെരി ഗുഡ്. അതെടുക്ക്. പാൻ കാർഡ് എടുക്കുക കേട്ടോ. പാൻ കാർഡ് പ്രശ്നമില്ല സർ, ഭാഗമാണ്. പാൻ കാർഡ് വെച്ച് ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മനസ്സിലായോ? എന്റെ പ്രശ്നം ഗവൺമെന്റ് ID എന്താ ഇപ്പൊ നോക്കി എടുക്കേണ്ടി വരും. പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. പാൻ കാർഡ് കൊണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട്, ആധാർ കാർഡ് കൊണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ഓക്കെ. ടെൻഷൻ അഡ്മിഷൻ ടിക്കറ്റിലേ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ IDs നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അതിൽ പാൻ കാർഡ് മെൻഷൻ ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. പിന്നെ മറ്റേ ഗവൺമെന്റ് എംപ്ലോയിയുടെ കാർഡ് വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ സ്ട്രീം 1കാരുടെ സ്ട്രീം 1 ആണോ 2 ആണോ? ഏതാണ്? സ്ട്രീം 2 ആണ്. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് ID ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചില പരീക്ഷ, ഏത് പരീക്ഷയാണെങ്കിലും ഒറിജിനൽ ID കാർഡ്. അപ്പം ഗവൺമെന്റ് ID ചോദിച്ചു സ്ട്രീം 2 ചോദിച്ചുകൊണ്ട് എടുക്കണോ വേണ്ടയോ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ. ഒറിജിനൽ ID കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ID. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെന്താ പാസ്പോർട്ട്, ഇത്രയാണ് പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആധാർ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആധാർ ഡൗൺലോഡ് ചെയ്താലും കൊണ്ടുപോകാം അല്ലേ? ഈ ആധാർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആധാർ, ഈ പാൻ കാർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹോൾ ടിക്കറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സാധനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി കേട്ടോ. സിമ്പിൾ. നമ്മൾ വെറുതെ ചർച്ച ചെയ്ത് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയായിട്ട് വന്നാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് നല്ല കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് മെൻഷൻ ചെയ്ത ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഒറിജിനൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ. കോപ്പി ആയിട്ട് പോകരുത്, ഒറിജിനൽ ആയിട്ട് കയറും. ചില ആൾക്കാർ കോപ്പി ആയിട്ടൊക്കെ വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയവരുണ്ട്. അതുകൊണ്ട് അത് ഓർക്കുക, ഒറിജിനൽ. ഇത്രേ ഉള്ളൂ. മാക്സിമം 120 എന്നാണ് ഉദ്ദേശിച്ചത് അമ്പിളി. മാക്സിമം 120 മാർക്ക്. 120 മാർക്കാണോ? 120 ആൻസർ ചെയ്താൽ മതിയോന്ന്. അതൊരു നല്ല ചോദ്യമാണ് അമ്പിളി. നമ്മള് എനിക്ക് എത്ര ആൻസർ ചെയ്യണം, മാക്സിമം നിങ്ങൾ എത്ര ആൻസർ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ആർക്കും പറയാൻ പറ്റില്ല. അത് ആ പരീക്ഷ അനുസരിച്ചിരിക്കും. ഓക്കെ, അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയാണെങ്കിൽ നമുക്ക് ഒരു 120, 130 ഇടയിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. 150 വരെ ആൻസർ ചെയ്തു. 200 200 കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. എന്ത് പരീക്ഷ എളുപ്പമാണെങ്കിൽ. പരീക്ഷ കുറച്ച് ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരുപാട് അറ്റംപ്റ്റിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പരീക്ഷ കുറച്ച് ടഫാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരുപാട് അറ്റംപ്റ്റ് പോകാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി ആക്യുറസിയിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്നറിയോ, പരീക്ഷ പാടാണെങ്കിൽ കട്ട് ഓഫ് എന്താണെങ്കിലും താഴും. അപ്പൊ നമ്മൾ അനാവശ്യമായി നെഗറ്റീവ്സ് അടിച്ച് നമ്മുടെ ഉള്ള സാധ്യത കളയാതിരിക്കുന്നതാണ് നല്ലത്. അതെ, ID കാർഡിന്റെ കാര്യമാണോ? ഹാൾ ടിക്കറ്റ് ഒന്ന് നോക്കി, ഹാൾ ടിക്കറ്റിലുണ്ട് കേട്ടോ. കമ്പൈൻ സ്കോർ അല്ലേ സാർ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അക്ഷയ് ചോദിക്കുന്നു. ഓഫ് കോഴ്സ് 200 കേട്ടോ. ഐ മീൻ കമ്പൈൻ സ്കോർ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ UPSC പോലല്ല. UPSC പേപ്പർ 1ന്റെ മാർക്കാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് ഔട്ട് ഓഫ് 200 ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. പേപ്പർ 1, പേപ്പർ 2. അതെ അതെ അതെ. ഓക്കെ സാർ. രാംജിത്തെ സ്ട്രീം 3ക്ക് അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ അങ്ങനെ ഏറ്റവും കുറവ് മാർക്ക് പറയാൻ എനിക്ക് ഇല്ല കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യുക രാംജിത്ത് കേട്ടോ. ഞാനൊരു കോമൺ ഐഡിയ വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഒരു 90-നും 80-നൊക്കെ ഇടയിൽ എന്താണ് സ്കോർ ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് സ്കോർ ചെയ്യണം. 100 വരെ എത്തിയാലും നോ ഇഷ്യൂസ്. ഞാനൊരു കോമൺ ഐഡിയ പറഞ്ഞതാണ്. ഏറ്റവും അത് മതിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ അത് കൺഫേം ആക്കാൻ പറ്റുക? ഇപ്പൊ ഞാനത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാംജിത്ത് ആ ഒരു രീതിയിലല്ലേ അതിനെ അപ്രോച്ച് ചെയ്യുള്ളൂ. കുറച്ചുകൂടി കൂടുതൽ വേണമെന്നല്ലേ സാധാരണ രീതിയിൽ നല്ല ആളാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വേണ്ടി ട്രൈ ചെയ്യണമെന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അത് മതി എന്ന് ഞാൻ എന്താണെന്ന് പറയില്ല. കീപ് ട്രൈ, ശ്രമിക്കുക. ഓക്കെ, എന്തായാലും രാംജിത്തിന് ആ ഒരു അത്ര മാർക്ക് കിട്ടുന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ മേടിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിൾ. യെസ്. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു എക്സാം, ഈ ഒരു KS എക്സാം, ഇത് കഴിഞ്ഞിട്ടൊരു KS എക്സാം ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഒരു ഫൈനൽ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഹോപ്പ് എന്ന രീതിയിൽ ഇത് പരീക്ഷ അങ്ങ് പോയി എഴുതിക്കൊള്ളുക. ഓക്കെ, ഇതാണ് ആദ്യത്തെയും അവസാനത്തേതും എന്നൊക്കെ പറയുന്ന പോലെ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെ പോയി പരീക്ഷ എഴുതുക കേട്ടോ. അപ്പം അമ്പിളി പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും സ്കോർ ചെയ്യട്ടെ, പ്രിലിംസ് ക്ലിയർ ചെയ്യട്ടെ, മെയിൻസ് എഴുതാനുള്ള അവസരം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പം കുറച്ച് കാലം നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ഇവിടെ ഒരുപാട് നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ചില കുഞ്ഞു കുറവുകളൊക്കെ വന്നിട്ടുണ്ടാവാം. നിങ്ങൾ സദയം ക്ഷമിക്കുക. ഇനിയും കൂടുതൽ നമ്മൾ ഇമ്പ്രൂവ് ആകാനായിട്ട് ശ്രമിക്കും. അവിടെയൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണല്ലോ, ക്രിട്ടിസൈസ് ചെയ്യണം, പുതിയ സജഷൻസ് തരണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയും പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ വീണ്ടും കാണാൻ പറ്റട്ടെ എന്നുകൂടി ഒരാശംസിക്കുന്നു. അപ്പം കൃഷ്ണേന്ദു പറഞ്ഞ ടെൻഷനായിരുന്നു, ഇപ്പോൾ ഒരു ആശ്വാസമായി എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് കൃഷ്ണേന്ദു, ഒന്നും പേടിക്കണ്ട, നോ ടെൻഷൻ, ഹാപ്പി ആയിട്ട് പോയി എഴുതുക. ചിരിച്ച മുഖത്തോട് പോയി എഴുതിയിട്ട് ചിരിച്ച മുഖത്തോട് കൂടി തന്നെ തിരിച്ചു തരിക. ഓക്കെ, നമ്മുടെ അയ്യപ്പനി കോശിക്കകത്ത് പറഞ്ഞില്ല, എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുക. ഇത് എന്താണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? പരീക്ഷ ക്ലിയർ ചെയ്യൂല എന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്താ, അത്ര എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുക. അങ്ങനെ കൂളായിട്ട് പോയി പരീക്ഷിക്കുക, ഉറപ്പായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ. ധൈര്യമായിട്ട് നോക്കും, ഒന്നും നോക്കണ്ട. ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങളൊക്കെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ട് നമ്മളെയൊക്കെ വന്ന് കാണണം കേട്ടോ. ഓക്കെ അർജുൻ, താങ്ക് യു. ഓക്കെ അർജുനെ, താങ്ക് യു കേട്ടോ. കൃഷ്ണന്തു, നമുക്കിനി ഏതെങ്കിലും ഒക്കെ ക്ലാസ് വെച്ച് കാണാം. സുജ, ടെൻഷനൊക്കെ മാറി സെറ്റായി എന്ന് പറയുന്നു. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നന്നായി വരട്ടെ. എനിക്ക് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ ക്ലാസ്സിന് ഇടയ്ക്ക് നിങ്ങൾ ചെറിയ ഗ്യാപ്പിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അപ്പം നന്നായി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഈ 2 ദിവസത്തിനുള്ളിൽ അസുഖം ഒന്നും പിടിപ്പിക്കാൻ പോകരുത്. അതുകൊണ്ട് മഴയത്തോ വെയിലത്തോ ചൂടത്തോ ഒന്നും കറങ്ങി നടക്കാതെ അത്യാവശ്യം ഹെൽത്ത് എങ്ങനെ നോക്കിക്കൊള്ളുക.
കാരണം ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ 2 ദിവസം സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു വരും. ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങൾക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഓക്കെ, അടുത്ത ഏതെങ്കിലും ക്ലാസ്സുകൾ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക് യു. ഓക്കെ കേട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്.